നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല, നിങ്ങളുടെ ഈ പ്രായത്തിൽ ഖസാക്ക് പൊതുവെ ഒരു അത്ഭുതമായിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പെരുമഴ പോലെ നമ്മുടെ ദേഹത്തേക്ക് വന്നു വീണ ഒരു അനുഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഖസാക്ക് എന്ന് പറയുന്നത്. ഇന്ന് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാണ്. മഴയെല്ലാം തീർന്നു, നമ്മുടെ ദേഹത്തുനിന്ന് പോലും ജലത്തിന്റെ അംശം ഇല്ലാതായി. നിങ്ങൾ മറ്റു ചില അത്ഭുതങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഖസാക്ക് സെമിനാറുകൾ നടക്കുമ്പോൾ നമുക്ക് വിക്രമിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നത്. കാരണം പുതിയ കാല അത്ഭുതങ്ങൾ അതാണ്. നമ്മുടെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. വിക്രമിന്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടിയതുപോലെ നമ്മൾ ഖസാക്കിന്റെ അടുത്തേക്ക് ഓടിക്കൂടുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നേരെ പ്രസംഗിച്ച സുധീർ സാറൊക്കെയാണ് ഈ പെരുമഴ ഒരു കൃത്രിമ മഴയാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും സാർ അത് ആവർത്തിക്കുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത്, പെരുമഴയേക്കാൾ അല്ലെങ്കിൽ സാധാരണ മഴയേക്കാൾ കൂടുതൽ പേരെ ആകർഷിക്കുന്നത് കൃത്രിമ മഴയാണ്. ക്ലൗഡ് സീഡിങ്ങിലൂടെ ഒരു മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൂടുതൽ പേർ ഓടിക്കുന്നു. അത്തരത്തിലാണ് ഞങ്ങൾ അവിടെ ഓടിക്കൂടിയത്. അന്ന് എല്ലാവരുടെയും വ്യവഹാരങ്ങളിൽ ഖസാക്ക് ഏതെങ്കിലും രീതിയിൽ നിലനിന്നിരുന്നു. നമ്മളന്ന് സ്ഥലം എന്ന് പറയില്ലായിരുന്നു, അനാദിയായ സ്ഥലരാശി എന്നേ പറയുകയായിരുന്നു. വെയിൽ എന്ന് പറയില്ല, ജന്മാന്തരങ്ങളുടെ ഇളവെയിൽ എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മൾ വഴിയിൽ പോകുമ്പോൾ കല്ലുതെറ്റി കാല് മുറിഞ്ഞാൽ നമ്മൾ പതികന്റെ വ്രണം നോക്കൂ എന്ന് മാത്രമേ പറയൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ യാത്രയാകുന്നു അച്ഛ എന്ന് പറയും. അച്ഛൻ രൂക്ഷമായി നോക്കും. പക്ഷെ നമുക്കത് പ്രശ്നമല്ലായിരുന്നു. കത്തുകൾ എഴുതുമ്പോൾ ഓം എന്നൊക്കെ മുകളിൽ എഴുതുന്നത് പോലെ നമ്മൾ തുമ്പിയുടെ പടം വരയ്ക്കുകയായിരുന്നു. പിന്നീട് തുമ്പിയുടെ പടം വെച്ച് ഖസാക്കിന്റെ ഇതിഹാസം പുറത്തിറങ്ങി, കവർ ചിത്രമായിട്ട് പുറത്തിറങ്ങി. അതൊരു കാലമാണ്. ഇപ്പോൾ മറ്റു ചില അത്ഭുതങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വരികയാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പാലക്കാട്. അപ്പോൾ അവിടെ ഈ അടുത്ത കാലത്ത് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഈ അത്ഭുതം വിറ്റ് ജീവിക്കുന്ന ഒരാളുണ്ട്, AB ശശി എന്നാണ് പേര്. പുസ്തക വിൽപ്പനക്കാരാണ്. പുള്ളി ഒരു പുസ്തകവും കൊണ്ട് നടക്കുകയും പുസ്തക വിൽപ്പനയെ കുറിച്ച് പുസ്തകം എഴുതുകയും ചെയ്ത ആളാണ്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഖസാക്ക് വിൽപ്പനാനുഭവങ്ങൾ എന്നുള്ള പേരിൽ ഒരു അധ്യായം തന്നെ ചേർത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വിൽപ്പന തുടങ്ങുമ്പോൾ അതിന് 18 രൂപയായിരുന്നു. ഖസാക്ക് ഇറങ്ങുമ്പോൾ അതിന് 6 രൂപയായിരുന്നു. ഇപ്പോൾ അതിന് 160 രൂപയിൽ കൂടുതലുണ്ട്. ആരാണ് ഇന്ന് പുസ്തകം വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് വിശദീകരണം നൽകുന്നത് അന്ന് വാങ്ങിച്ചവർ തന്നെയാണ്, അതായത് ഞങ്ങൾ തന്നെയാണ് വീണ്ടും പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ പുതിയ കവറുകൾ ഇറങ്ങുമ്പോൾ ആ കവറുകൾ വാങ്ങി സൂക്ഷിക്കുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ, രജനീകാന്തിന്റെ സിനിമ കാണുമ്പോൾ പല കവറുകൾ വാങ്ങുന്ന വായനക്കാർ എന്നാണ് പറയുന്നത്. ഞാനും വാങ്ങുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഒരു കോഴ്സ് നടന്നു. എല്ലാം നമ്മുടെ ഏജിലുള്ള, നമ്മുടെ കൗമാരങ്ങൾ, നമ്മളെപ്പോലെ കൗമാരങ്ങൾ കടന്നുപോയ ആൾക്കാർ. അപ്പൊ അവർ വന്നിട്ട് എവിടെ ടൂറിന് പോകണം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നിർബന്ധമായും പോകേണ്ട സ്ഥലം ഖസാക്കാണ്. അങ്ങനെ പല പ്രാവശ്യം പോകുക, ഞാൻ ഉൾപ്പെടെ പോയി. ഇന്ന് ഖസാക്കിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായ സ്ഥലവും കാറ്റും ചിത്രങ്ങളും ഗാലറികളും OV വിജയന്റെ വളരെ സൗമ്യമായ, നമ്മളെ സ്പർശിക്കുന്ന സംസാരത്തിന്റെ ടോൺ, ആ സംസാരത്തിന്റെ തന്നെ അനുഭവങ്ങളും ഒക്കെയുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഖസാക്ക്. അവിടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശിവൻ എന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ശിവൻ മാഷും നല്ല പാട്ടുകാരനാണ്. ആ ശിവമാഷുമൊത്ത് ഞങ്ങൾ അവിടെ കാറ്റുകൊണ്ടിരുന്ന് പാട്ട് പാടുകയും ചെയ്യും. വളരെ മനോഹരമായ സ്ഥലമാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ഓർമ്മകളുടെ അല്ലെങ്കിൽ ഒരു കാലത്തെ അത്ഭുതം. ആ അത്ഭുതം ഇല്ലാതായി പോയെങ്കിലും അതിൻ്റെ ഒരു അനുഭവമാണ്. അവിടെ നമുക്ക് ടീഷർട്ട് വാങ്ങാൻ കിട്ടും,
വിജയന്റെയും ഖസാക്കിന്റെയും ഒക്കെ ഓർമ്മകളുള്ള ടീഷർട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അത് ഓർമ്മകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത് പുതിയ കാലത്തൊരു വിപണനമായി മാറുകയാണ് ചെയ്യുന്നത്. പഴയകാല അത്ഭുതങ്ങൾ നമുക്കിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ ഈ അത്ഭുതം എന്ന് പറയുമ്പോൾ, ഇത് അത്ഭുതത്തെ കുറിച്ച് പറയുമ്പോൾ ഈ റെയ്മണ്ട് വില്യംസ് പറയുന്ന ഒരു വീക്ഷണമാണ്. ഈ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്സ് പറയുന്ന സന്ദർഭത്തിൽ അത്ഭുതം എന്ന് പറയുന്നത് അല്ലെ നീതിബോധവും അനുഭവവും തമ്മിലുള്ള അല്ലെ ഈ സംഘർഷത്തെ നീട്ടിവെക്കലാണ് അത്ഭുതം എന്നാണ് റെയ്മണ്ട് വില്യംസ് പറയുന്നത്. നമുക്കൊരു അത്ഭുതം ഉണ്ടാകും. ഇപ്പൊ താജ്മഹൽ ഒരു അത്ഭുതമാണ്. താജ്മഹൽ അത്ഭുതമാകണമെങ്കിൽ താജ്മഹൽ നിർമ്മിച്ച ശില്പിയുടെ കൈ മുറിച്ചു കളയണം. ഇല്ലെങ്കിലുള്ള ഒരു ചെറിയ പ്രശ്നം അയാൾ വീണ്ടും ഈ അത്ഭുതം ഉണ്ടാക്കുകയും അങ്ങനെ പലതവണ അത്ഭുതം നിർമ്മിക്കുമ്പോൾ അത്ഭുതം അല്ലാതായി മാറുകയും ചെയ്യുമെന്നാണ്. നമുക്കറിയാം, ഷാജഹാൻ അത് നിർമ്മിച്ച ശില്പിയുടെ കൈ മുറിച്ച് കളയുമ്പോഴാണ് അതൊരു അത്ഭുതമായി മാറുകയും അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന, എല്ലാ കാലത്തും വായിക്കപ്പെടുന്ന, എല്ലാ കാലത്തെയും ആളുകളെ ആകർഷിക്കുന്ന ഒരു മഹാത്ഭുതമായി മാറണമെങ്കിൽ അത് നിർമ്മിക്കുന്ന ശില്പിയുടെ കൈ മുറിച്ച് കളയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ നീതിയുടെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. റെയ്മണ്ട് വില്യംസ് ഈ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, നമുക്ക് പല അനുഭവങ്ങളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്. അത്ഭുതം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. കഴിഞ്ഞുപോയ ഒരു കാലത്തെ നിശ്ചലമാക്കി എടുക്കുന്ന ഒരു സംസ്കാരത്തെയാണ് അത്ഭുതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നീതിയുടെ ചെറിയ പ്രശ്നമുണ്ട്. ആരുടെ കൈമുറിച്ച് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഈ അത്ഭുതങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് റെയ്മണ്ട് വില്യംസ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. നിങ്ങൾ ആ നിശ്ചലമാക്കപ്പെടുന്ന സംസ്കാരത്തെ നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ആരുടെയൊക്കെയോ കൈമുറിഞ്ഞ് ചോരയൊഴുകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ നിസ്സാര വിപണനം ചെയ്യുമ്പോൾ ബ്രാഹ്മൺ സാമ്പാർ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ സംസ്കാരത്തെ നമുക്ക് വിപണനം ചെയ്യുമ്പോൾ ബ്രാഹ്മണന് ഇന്ന് ഉപയോഗിക്കുന്നതോ ഇന്ന് പെരുമാറുന്നതോ ആയ ഒരു കാര്യമല്ല ഇന്ന് അയാളെ സംബന്ധിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഇന്നത്തെ യാഥാർത്ഥ്യത്തെ അല്ല അയാൾക്ക് വിൽക്കാൻ പറ്റുന്നത്. ഒരു സംസ്കാരത്തെ നിശ്ചലമാക്കിയതിനു ശേഷം ഇപ്പോൾ ആദിവാസി സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ടി വിയിൽ പരിപാടി കാണുന്നു. ആദിവാസി ഭക്ഷണം, ആ ഭക്ഷണം തേടി നമ്മൾ യാത്ര ചെയ്യുന്നു. വളരെ സാഹസികമായി യാത്ര ചെയ്ത് നമ്മൾ ആദിവാസി കുടിലെത്തുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും അത് കഴിച്ചതിന് ശേഷം നല്ല ഭക്ഷണം എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ആദിവാസി ഭക്ഷണം എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ രൂപപ്പെട്ടു വരുന്നു. സാഹസികമായി യാത്ര ചെയ്ത് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു വസ്തു. നമുക്കറിയാം, ആദിവാസി ഭക്ഷണം കഴിക്കുന്നത് സാഹസികമായി യാത്ര ചെയ്തല്ല, അത് നമ്മുടെ മാത്രം അനുഭവമാണ്. ആദിവാസികൾക്ക് ഭക്ഷണം തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആദിവാസി ഭക്ഷണം എന്ന് പറയുന്ന ഒരു കൃത്രിമ സംസ്കാരം അവിടെ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. ആദിവാസികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രം രൂപപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണ് ആദിവാസി ഭക്ഷണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അത്ഭുതമായി മാറുകയും അത് പിന്നീട് വിപണനം ചെയ്യപ്പെടാൻ കഴിയുകയും ചെയ്യും. ആദിവാസി ഭക്ഷണം ആ പ്രോഗ്രാമിന് ഒടുവിൽ ഇന്ന കറിപ്പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടുമെന്ന് പറയുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഒരു സംസ്കാരത്തെ നിശ്ചലമാക്കിയതിനു ശേഷം നമുക്കതിന് വിപണനം ചെയ്യാൻ കഴിയുമ്പോൾ അതിൽ വീണു മരിക്കുന്നത് ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ഖസാക്കിനെ സംബന്ധിക്കുന്ന ഒരു 4 അത്ഭുതങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ അത്ഭുതങ്ങൾ ഖസാക്കിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, ഖസാ അനന്തരകാലത്തിൽ അതെങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ അന്വേഷണമാണ് ഇവിടെ വരുന്നത്. ആദ്യം തന്നെ ഖസാക്ക് നമ്മളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഒരു അത്ഭുത ശിശുവാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 10 വയസ്സ് വളർച്ച മുരടിച്ച ഒരു അത്ഭുത ശിശു. ആ ശിശുവിനെ ജനനത്തിൽ ഒരാൾ മാത്രം ദുഃഖിച്ചു എന്ന് ഖസാക്കിൽ തന്നെ പറയുന്നു. ഖസാക്കിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ പറയാൻ വേണ്ടി. അപ്പോൾ അത് അമ്മ തന്നെയാണ്. നമുക്കറിയാം, ഒരു ഗണപതിയുടെ രൂപത്തിലുള്ള ഒരു കുട്ടി ജനിക്കുമ്പോൾ ദുഃഖിക്കുന്നത് അമ്മയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം അത്ഭുത ശിശുവാണ്. അങ്ങനെ ക്യൂ നിന്ന് ആ വീട്ടിലേക്ക് ആളുകൾ വരികയും ആ ആളുകൾ ഈ ഗണപതിയെ കാണുകയും ചെയ്യും. അങ്ങനെ അവർ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാം, കണ്ട് മടങ്ങിപ്പോകാം. പക്ഷെ അപ്പുറത്തിരുന്ന് കരയുന്ന ഒരാൾ അവരുടെ അമ്മയായിരിക്കും. ഈ അത്ഭുത ശിശു എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷവും മറ്റുള്ളവർക്ക് അത്ഭുതവും വേറെ ചിലർക്ക് കണ്ണീരുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ അത്ഭുത ശിശുവിനെയാണ് നമ്മൾ അപ്പുക്കിളി എന്ന് വിളിക്കുന്നത്. നവോത്ഥാന കാലത്ത് വിശ്വവിഖ്യാതമായ മൂക്കിൽ ഒരു അത്ഭുതം നമുക്കറിയാം. മൂക്ക് നീണ്ടു പോകുന്നു. അപ്പൊ ആ അത്ഭുത ശിശുവിന്റെ മൂക്കിൽ തൊട്ട് നോക്കിയിട്ട് അത് ഒറിജിനൽ മൂക്കാണോ അതോ രക്തം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്നു. അപ്പൊ രക്തം വരുന്നുണ്ട്, ഒറിജിനൽ മൂക്കാണ്. എല്ലാ വിവരങ്ങളും അഭിപ്രായങ്ങളും ഈ അത്ഭുത ശിശുവിനോട് ചോദിക്കുന്നു. പ്രളയം വരികയാണെങ്കിൽ ചോദിക്കും, പ്രളയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അത്ഭുത ശിശുവിനോട് ചോദിക്കും. പക്ഷെ അത്ഭുത ശിശുവിന്റെ
ഇവന് ജോലി നഷ്ടപ്പെടുകയും ആഹാരമില്ലാതിരിക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് ബഷീർ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ബഷീറിനെ നമ്മൾ വലിയ എഴുത്തുകാരനായിട്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ പലരും ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കാഫ്കയുടെ പ്രധാനപ്പെട്ട ഒരു കഥ ദ ഹങ്കർ ആർട്ടിസ്റ്റ് എന്നാണ്. ആ കഥയിൽ പ്രധാനമായിട്ടും ഇതാണ് കാണുന്നത്. ഒരു വിശക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ഥലത്ത് 40 ദിവസം പട്ടിണി കിടക്കുകയാണ് ചെയ്യുന്നത്, ഉപവാസം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. 40 ദിവസത്തിൽ കൂടുതൽ ഉപവാസം അനുഷ്ഠിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 40 ദിവസം മാത്രമേ ഒരു കാര്യത്തിൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ. അത്രയും കാലം മാത്രമേ പരസ്യം കിട്ടൂ എന്നാണ്. കാരണം ആ 40 ദിവസം ഓരോ ദിവസവും അയാളുടെ നില പരിശോധിച്ച് TV-യിൽ പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുകയും അതിനിടയിലുള്ള പരസ്യങ്ങളിലൂടെ വരുമാനം നേടുകയും ചെയ്യുകയാണ്. ഇപ്പൊ കാഫ്ക അവതരിപ്പിക്കുന്നതാണ്. നമ്മളിവിടെ കാഫ്കയൊക്കെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാഫ്ക ഒടുവിൽ ഈ ഹങ്കർ ആർട്ടിസ്റ്റ് ഒരു സർക്കസ് കൂടാരത്തിൽ ചെല്ലുകയാണ്. അവിടെ ഒരു ജീവികൾ, അതായത് പുലിയെ മൃഗങ്ങളെയും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കൂട്ടിന്റെ അടുത്ത് ഈ ഹങ്കർ ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റിനെ അവിടെ ഉപവാസം അനുഷ്ഠിക്കുകയും, പക്ഷേ അതിന്റെ കാവൽക്കാർ മറന്നു പോകുന്നു. 40 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ഈ കൂട് തുറക്കണം എന്നുള്ളത് മറന്നു പോവുകയും ഒടുവിൽ ഒരുപാട് ദിവസം കഴിയുകയും ഒരുപാട് ദിവസം കഴിഞ്ഞ് അയാളെ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു വിളിച്ചുകൂടായിരുന്നു? അപ്പൊ ആ ആർട്ടിസ്റ്റ് പറയുന്ന ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ഒരാളായി മാറിയത്. എന്ന് വെച്ചാൽ തന്റെ അവസ്ഥയും അയാളുടെ അവസ്ഥയും ഒക്കെ വിമർശിക്കുന്ന ഒരു സന്നിഗ്ധ സ്വഭാവമുള്ള ഒരു കഥയാണ്. അല്ല, അതിന്റെ പിന്നിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഒക്കെ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഒരു കഥയാണ്. ഇത്തരം കഥകൾ മലയാളത്തിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോ ഒരു കാലഘട്ടത്തില് KPFN ഒക്കെ നമ്മോട് പറഞ്ഞത് ഈ ഒരു കൃതിയെ സംബന്ധിച്ച് അതിന്റെ രാഷ്ട്രീയവും അതിന്റെ സാമൂഹിക അവസ്ഥകളും ഒക്കെ ഉന്നയിക്കുന്നത് മോശമാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നത് ദൈനംദിന ജീവിത പ്രശ്നത്തിൽ അവസാനിക്കുന്നതുമാണ്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല, എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അസ്തിത്വ പ്രശ്നം എന്നാണ് KPFN എന്ന് പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം 25 കൊല്ലം പോലും നിൽക്കാത്തൊരു കാര്യമാണ് അസ്തിത്വ പ്രശ്നമെന്നും രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ എല്ലാ ജീർണതകളോടും നിലനിൽക്കുന്നുവെന്നും നമുക്കറിയാം. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ അത്ഭുത ശൈശവത്തെ അതിന്റെ സാമൂഹിക ആധാരത്തെ വെളിപ്പെടുത്തിടമാണ് പല കഥകളിലും പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ഖസാക്കിന്റെ ഇതിഹാസത്തെ എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയം. നമുക്കറിയാം, അത്ഭുത ശിശു ഒരു 0 വരയ്ക്കുമ്പോൾ ഒരക്ഷരം പഠിച്ചാൽ മതിയെന്ന് പറയുന്നു. അക്ഷരം അറിയാതിരിക്കുന്നത് അതിന് കാരണമായിട്ട് പറയുന്ന മറ്റൊരു അത്ഭുതമാണ്. അതായത് പിശാങ്കത്തി ഉണ്ടാക്കുന്ന കടച്ചിക്കൊല്ലൻ അക്ഷരം അറിയാതെ തന്നെ പല അത്ഭുതങ്ങളും കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്ഷരം അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. പിന്നീട് 1994 പിന്നെ ഇത് DPP പദ്ധതിയായിട്ട് കേരളത്തിൽ വരികയാണ് ചെയ്തത്. ഇന്ത്യയിലുടനീളം ആവിഷ്കരിക്കുകയും, കാരണം അക്ഷരം പഠിക്കേണ്ടത് ആവശ്യമില്ല, കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അക്ഷരജ്ഞാനം ഉള്ളത്, അതുകൊണ്ട് പുറത്തുനിന്ന് പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ലോക ബാങ്ക് പദ്ധതിയായിട്ട് അത് പിന്നീട് വരുന്നു. ഞാൻ പറയുന്നത് ഖസാക്കിന്റെ കാലഘട്ടത്ത് വായിച്ച അത്ഭുതങ്ങളെല്ലാം ക്രമേണ അതൊരു വ്യവസായമായിട്ടോ അല്ലെങ്കിൽ വാണിജ്യ താല്പര്യങ്ങളായിട്ടോ പിൽക്കാലത്ത് എത്തിപ്പെടുന്നു എന്നാണ്. സ്വാഭാവികമായ ഒരു പരിണാമമാണ്. അത്ഭുതങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിപരിണാമം സംഭവിക്കാം എന്നുള്ളതാണ്. ഇനി മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് രവിയുടെ പെട്ടിയുടെ അകമാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ ഖസാക്ക് വായിക്കുമ്പോൾ നമുക്കുണ്ടായ അത്ഭുതങ്ങളിൽ 4 മാത്രമാണ് ഞാനിവിടെ ക്രോഡീകരിക്കുന്നത്. ഈ രവിയുടെ പെട്ടിക്കകത്ത് പെട്ടി തുറക്കുമ്പോൾ എന്ത് കാണും? പറഞ്ഞു, എന്തൊക്കെ കാണും പെട്ടി തുറക്കുമ്പോൾ? രവിയുടെ പെട്ടിക്കകത്തുള്ളത് എന്തൊക്കെയാണ്? ഏതൊക്കെ? ഭഗവത്ഗീത, പ്രിൻസ് തിരുവാങ്കുളം, റിൽക്കെ, മുട്ടത്ത് വർക്കി, ബോധലയർ, ഇവരൊക്കെയാണല്ലോ. ആണോ? ഖസാക്ക് വായിച്ചിട്ടില്ലാത്തവർ കൈവക്ക്, വായിച്ചവർ കൈവക്ക്. അപ്പോ ഇതിനകത്ത് ഈ പെട്ടിക്കകത്തുള്ള വിഭവങ്ങളാണ്. ഇത് ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിലും ഉണ്ട്. ഗാന്ധി, ഹിറ്റ്ലർ, ഹനുമാൻ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് അന്നൊരു അത്ഭുതമായിരുന്നു. സത്യത്തിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അല്ല, ഇതിലുള്ള അത്ഭുതം എന്ന് പറയുന്നത് ഈ ഹൈ ലോ ഇത് തമ്മിലുള്ള ബന്ധമാണ്. ഭഗവത്ഗീത ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരു തത്വയുടെ പുസ്തകവും പ്രിൻസ് തിരുവാങ്കുളം എന്ന് പറയുന്നത് ഒരു ജനപ്രിയ കച്ചവടക്കാരനുമാണ്. യഥാർത്ഥത്തിൽ എന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അന്ന് നമുക്കറിയാം, ഭാഷാഘോഷണിയും മലയാള മനോരമയും നടത്തുന്നത് ഒരു മുതലാളി തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ആ വിഭജനം തന്നെ ഉണ്ടാവുന്നത്. അത്ഭുതപ്പെടേണ്ട കാര്യമില്ലാത്തതാണ്. പക്ഷെ ഞങ്ങളത് ഭയങ്കരമായി അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷെ ഈ പെട്ടിയിലകത്ത് കാണേണ്ട ഒരു വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തുവിനെ മറച്ചു വെച്ചിട്ടാണ്
രവി ഇതിങ്ങനെ കാണിക്കുന്നു. ഇനി അത് പേപ്പറിനടിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടിയിരുന്നത് രവിയുടെ SSLC സർട്ടിഫിക്കറ്റാണ് അല്ലെ. കാരണം BA ഓണേഴ്സ് പാസ്സായില്ല അല്ലെ. തലേ പരീക്ഷയുടെ തലേ ദിവസം പോകുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ കാശി, പ്രയാഗ്, മധ്യപ്രദേശ് അല്ല അങ്ങനെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ആ സന്യാസിയുടെ ആശ്രമത്തിലെത്തുന്നു. അവിടെ വെച്ചായിരിക്കണം ഈ ഏകാധ്യാപന വിദ്യാലയത്തിലേക്കുള്ള അപേക്ഷ കൊടുത്തത്. അങ്ങനെയല്ലേ കിട്ടുള്ളൂ അല്ലെ. കാരണം കളക്ടറേറ്റില് കോഴിക്കോട് കളക്ടറേറ്റിൽ പോയി ആ ഇന്റർവ്യൂവിന് പങ്കെടുത്തതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ നിയമനം കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ എന്തായാലും SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അനുബന്ധ രേഖകളോ അല്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറോ എങ്കിലും കാണേണ്ടതാണ്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് അല്ലെ. രവിയുടെ പെട്ടിയുടെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അല്ലെ ചില കാര്യങ്ങൾ ഒഴിവായി പോകും. ഇതൊരു പ്രത്യേകം ഒരു ഫോട്ടോഗ്രാഫിക് രീതിയാണ്. ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ അല്ലെ ഫോട്ടോഗ്രാഫിയുടെ ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു വാൾട്ടർ ബെഞ്ചമിൻ ഒരു ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓദർ ആസ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അതായത് പുള്ളി റെൻഗൻ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുന്നതാണ്. ആ ഫോട്ടോഗ്രാഫർ ഗ്രാമത്തെയും നഗരത്തെയൊക്കെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഈ റെൻഗൻ പാസ് അതിനിടുന്ന പേര് ദ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നാണ്, ദ ബ്യൂട്ടിഫുൾ വേൾഡ് എന്നാണ്, സുന്ദരമായ ലോകം എന്നാണ് ആ ഫോട്ടോഗ്രാഫിക്ക് ഇടുന്ന പേര്. അപ്പോൾ വാട്ടർ ബെഞ്ചമിൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ ഈ ഗ്രാമവും അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ഫോട്ടോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന പേര് ഇതാണോ, ദ ബ്യൂട്ടിഫുൾ വേൾഡ് എന്നാണോ, അത്ര സുന്ദരമാണോ ഈ ലോകം? അതിന് ബെഞ്ചമിൻ കൊടുക്കുന്ന ഒരു വിശദീകരണം, അതായത് ചില കാര്യങ്ങളെ ഫോട്ടോഗ്രാഫി ഒഴിവാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുഖക്കുരുവൊക്കെ ഒഴിവാക്കിയെടുക്കും, അല്ലെങ്കിൽ ചില വസ്തുക്കളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയെടുക്കും. അങ്ങനെ മുഖക്കുരു ഇല്ലാത്ത ചില ആപ്പുകളുണ്ട്. മുഖക്കുരു ഇല്ലാത്തൊരു ലോകം എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ സുന്ദരമായ ലോകം. അസുന്ദരമായതിനെല്ലാം ഒഴിവാക്കിയെടുക്കുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് വാട്ടർ ബെഞ്ചമിൻ പറയുന്നത്. ഇത് പുതിയ കാല നോവലുകൾക്കും പ്രസക്തമാണ് എന്നാണ് പറയുന്നത്. പുതിയ കാല നോവലുകളിലും ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയെടുക്കാറുണ്ട്. അതിന് അവിടുത്തെ ചില നോവലുകളുടെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അവിടെ ചില വസ്തുതകളെ നോവലുകളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും. ചിലർ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് പണക്കാരനാവുന്നതും യാദൃച്ഛികമായിട്ട് അപകടത്തിൽപ്പെടുന്നതും ഒക്കെയുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ബെഞ്ചമിൻ പറയുന്നതാണ് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിക് രീതിയാണ് ചില നോവലുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അത്തരം ഒരു രീതി ചില കാര്യങ്ങളെ ഒഴിവാക്കിയെടുക്കുന്ന ഒരു രീതി, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിന്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി, ഇത് നമ്മൾ ഇത്തരം നോവലുകളിൽ കാണുന്നു. ഈ നോവലുകളിൽ നേരത്തെ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം ഉണ്ടാവും. ശിവരാമൻ നായരുണ്ട്, ഈഴവനായിട്ടുള്ള ഈ സ്കൂളിന്റെ ഉടമ ഉണ്ട്. അതാണ് ശിവരാമൻ നായർ പറയുന്നത്, ഇയാൾ ഈഴവനാണെങ്കിലും കുഴപ്പമില്ല, എന്റെ ആശ്രിതനാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആശ്രിത ബന്ധത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ഒരു സമാഹാരം. യഥാർത്ഥത്തിൽ ഈ ഖസാക്ക് എന്ന് പറയുന്നത് തന്നെ ഈ രവിയുടെ പെട്ടിക്കകത്തുള്ള വസ്തുക്കളാണ് മുഴുവനും തന്നെ അതിനകത്തുള്ള ഒരു കളക്ഷനാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ യഥാർത്ഥ അസ്തിത്വ പ്രശ്നം കാണില്ല, SSLC സർട്ടിഫിക്കറ്റ് കാണില്ല. യഥാർത്ഥ അസ്തിത്വ പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ചില സമാഹാരങ്ങളാണ് നമ്മൾ സൂപ്പർ മാളുകളിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു സമാഹാരം. എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നമുക്ക് വേണ്ടത് മാത്രം കാണില്ല, ഒരുപാട് സാധനങ്ങൾ കാണാം എന്ന് പറയുന്നത് പോലുള്ള ഒരുതരം അമ്യൂസ്മെന്റ് പാർക്ക് പോലുള്ള ഒരു സ്ഥലം. നമുക്ക് രസകരമല്ല എന്നല്ല, നമ്മളെല്ലാവരും അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നവരാണ്, ഇത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് അത് മാറ്റിയെടുക്കുന്നു, അതിലെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്നു, യഥാർത്ഥ അസ്തിത്വ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതാണ്, പുളിമരത്തിലെ ഉറുമ്പ് പുളിമരത്തിന്റെ കഥ എന്നൊക്കെ പറയുന്നത്. പുളിമരത്തിലെ ഉറുമ്പുകൾ, ഈ ഉറുമ്പുകളുടെ ഒരു സവിശേഷത എന്താണ് ഓർമ്മയുണ്ടോ? നേരത്തെ ടീച്ചർ പറഞ്ഞത്, പുളിമരത്തിൽ കയറുമ്പോൾ പുളിമരത്തിൽ കയറി ആണുങ്ങൾ പുളിമരത്തിൽ കയറുമ്പോൾ ഈ മരത്തിലെ ഉറുമ്പ് പൊട്ടും. ഉറുമ്പ് കടിച്ചാൽ ആ ആണുങ്ങൾ മരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഭാര്യ അവിഹിതമാണ്, എന്നുവെച്ചാൽ വേറെ ആളുകളോട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേപോലുള്ളൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മിത്ത് നമ്മൾ വേറെ കേട്ടിട്ടുണ്ട്. ഏതാണത്? ചെമ്മീനിലെ മിത്താണ് ചെമ്മീനിലെ മിത്ത് നമുക്കറിയാം. കറുത്തമ്മ പരീക്കുട്ടി കറുത്തമ്മ പരീക്കുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ ആര് മരിക്കണം?
ആര് മരിക്കണം? പളനി മരിക്കണം അല്ലെ? അതാണ് അതിന്റെ കാര്യം. അതായത് കറുത്തമ്മയുടെ ഭർത്താവാണ് പളനി. പളനി കടലിൽ പോകുന്നു അല്ലെ? കറുത്തമ്മ പരീക്കുട്ടിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ പളനി മരിക്കണം. ഇതാണ് ആ മിത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ നോവലിൽ അങ്ങനെയല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. നോവലില് പളനി മരിച്ചു എന്ന് ഉറപ്പില്ല. അല്ല, നമ്മുടെ മുന്നിലുള്ളത് ഒരു സ്രാവ് മാത്രമാണ്. ചൂണ്ട വിഴുങ്ങിയ ഒരു സ്രാവ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. മരിക്കുന്നുവെന്ന് ഉറപ്പുള്ളത് പളനിയും അല്ല കറുത്തമ്മയും പരീക്കുട്ടിയുമാണ്. അതായത് മിത്ത് ശരിയായി വരണമെങ്കിൽ ഇവർ ജീവിച്ചിരിക്കുകയും പളനി മരിക്കുകയും വേണം. പക്ഷെ നോവൽ നേരെ തിരിച്ചാണ് പറയുന്നത്. കാരണം ഉറപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച് മരിച്ചില്ല എന്നും പറയാൻ പറ്റില്ല. അല്ല, നോവലില് പളനി മരിക്കുകയാണെങ്കിൽ ഇല്ല കറുത്തമ്മയും പരീക്കുട്ടിയും ഒരുമിക്കണം, അങ്ങനെയില്ല. അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പളനി മരിച്ചില്ല എന്ന് ഉറപ്പിക്കാനും പറ്റും. ഇത്രയൊരു സന്നിഗ്ധതയുണ്ട്. കാരണം അന്നത്തെ നിലയിൽ കറുത്തമ്മ പരീക്കുട്ടിയെടുത്ത് പോയാലും ദുരന്തമാവാം, കറുത്തമ്മ പളനിയെടുത്ത് പോയാലും ദുരന്തമാണ്. കാരണം കറുത്തമ്മ പളനിയെടുത്ത് പോവുകയാണെങ്കിൽ തന്റെ പ്രണയത്തെ ഉപേക്ഷിക്കുന്നു. കറുത്തമ്മ പരീക്കുട്ടിയോടൊപ്പം പോവുകയാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന അധ്വാനിയൊക്കെ ചെയ്യുന്ന ഒരുത്തനെ കളഞ്ഞിട്ട് കൊച്ചുമോലായിട്ടൊപ്പം പോകുന്നു എന്ന് പറയുന്നൊരു അർത്ഥം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ചെമ്മീനിൽ അങ്ങനെ ഒരു സന്നിഗ്ധത ഇട്ടിരിക്കുന്നത്. സർഗാത്മകമായ കൃതികളിൽ അർത്ഥങ്ങൾ സന്നിഗ്ധമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഖസാക്കിൽ അത്ര പ്രശ്നമില്ല. നമുക്ക് നല്ലോണം ഉറപ്പിക്കാൻ പറ്റും. അവിടെ ഈ കഥ ചാന്തുമ്മയെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്യുന്നത്. രവി ചാന്തുമ്മയെ കൊണ്ട് പറയിച്ചിട്ട്, അതായത് ചാന്തുമ്മയുടെ ഭർത്താവ് മരിച്ചു, അതിനർത്ഥം ചാന്തുമ്മ അവിഹിത ബന്ധത്തിൽപ്പെട്ട ആളാണ്. അവിഹിത ബന്ധത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ എനിക്ക് അവളെ ആക്രമിക്കാവുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് രവി ഈ ചാന്തുമ്മയെ കൊണ്ട് ഈ കഥ പറയിക്കുന്നത്. കഥ പറയുമ്പോൾ ഒരു ഇരുണ്ട ഒരു കൃതാർത്ഥത തനിക്കുണ്ടായി എന്ന് ആ നോവലിൽ പറയുകയും ചെയ്യുന്നു. അതായത് ഈ കഥ പറയിച്ചതിന് ശേഷം ചാന്തുമ്മയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചാന്തുമ്മ ഒരു ഭീഷണമായ രീതിയിൽ നോക്കി എന്ന് പറയുന്നത്, രവിയെ ചാന്തുമ്മ നോക്കി എന്ന് പറയുന്നത്, ആ നോക്കി എന്ന് പറയുന്നത് നോവലിലുള്ളതാണ് എന്നുള്ളതാണ് നോവലിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ തീക്ഷ്ണമായിട്ട് നോക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ വളരെ ക്രൂരമായിട്ട് തന്നെ രവി ചാന്തുമ്മയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ അന്ധവിശ്വാസത്തോടോ അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണെങ്കിൽ അന്ധവിശ്വാസം, അനി അല്ല നല്ലയാണെങ്കിൽ നല്ലത്. പക്ഷെ ഇത് രവിക്ക് ഇതിനോടുള്ള ആത്മാർത്ഥതയോട് അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസത്തോടോ അല്ലെങ്കിൽ ഈ വിശ്വാസത്തോടോ ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇത് പറയിച്ചിട്ട് ചാന്തുമ്മയെ ആക്രമിക്കാം എന്നുള്ളത് കൊണ്ടാണ്. ഇതിന് മറ്റൊരു തെളിവ്, ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങുന്ന സമയത്ത് നടന്നു പോകുന്ന രണ്ടുപേരുണ്ട്. ഖസാക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളും രവിയുമുണ്ട്. അപ്പൊ രവിയോട് ഒരാൾ പറയുന്നതാണ്, അതായത് ഇവിടെ അണക്കെട്ട് കെട്ടാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ അണക്കെട്ട് ഈശ്വരവിരുദ്ധമാണ്. കാരണം ദൈവത്തിന്റെ ഈ വെള്ളമൊഴുക്കിനെ തടയുന്നത് മനുഷ്യനിർമ്മിതമാണ്, അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് ഇയാളുടെ അഭിപ്രായം, ഈ പറയുന്ന കർഷകന്റെ അഭിപ്രായം. ഇപ്പൊ രവി അറിയാതെ പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ ഇതിനെ തടയുകയാണെങ്കിൽ, ഈ വെള്ളത്തെ തടഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അപകടം വരില്ലേ? എന്നിട്ട് പെട്ടെന്ന് രവി ഇങ്ങനെ ആലോചിക്കുകയാണ്, വേണ്ടായിരുന്നു, ആ അന്ധവിശ്വാസമായിരുന്നു നല്ലത്, അല്ല ആ രസക്കയറ് മുറിക്കണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് രവിക്ക് കൃത്യമായി അറിയാം ഈ അന്ധവിശ്വാസത്തോടൊപ്പം നിന്നാൽ കർഷകർക്ക് ദുരന്തമാണ് ഉണ്ടാകുന്നതെന്ന് രവിക്ക് അറിയാം. പക്ഷെ രവി അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു രസക്കയറ് പൊട്ടാതിരിക്കാനും അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനും വേണ്ടി യഥാർത്ഥത്തിൽ അവരെ രവി മിണ്ടാതിരിക്കുകയാണ്. ഖസാക്കിന്റെ 1-ാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിത് കാണുന്നത്. തുടർന്ന് രവി ഒരു സ്ഥലത്തും അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നില്ല. ഒരു സ്ഥലത്ത് ഒഴിച്ച് നൈസാമലി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അന്ധവിശ്വാസിയാണ് എന്നുള്ള ജിന്നിനെ കണ്ട് പേടിക്കുന്ന ആളാണ് എന്ന് പറയുന്നിടത്ത് അയാളെ പരിഹാസ്യമാക്കി മാറ്റുന്നുണ്ട്. ബാക്കി ഒരു സ്ഥലത്ത് രവി അന്ധവിശ്വാസത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ ഒരു കാപട്യമാണ് എന്നുള്ളതാണ്. അല്ലാതെ രവി ഇത് ബോധപൂർവം ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അയാൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. മറിച്ച് ഒരു സുവർണ ഇവരോടൊപ്പം നിൽക്കാനുള്ള ഒരു സുവർണാവസരം, പാവപ്പെട്ടവരോടൊപ്പം നിൽക്കാനുള്ള ഒരു സുവർണാവസരം കളയണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുതരം വിഭക്തമായ ഒരു മനസ്സ്, അല്ലെങ്കിൽ ഒരു കാപട്യം നിറഞ്ഞൊരു മനസ്സ് രവിക്ക് ആദ്യം പോലെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ഏറ്റവും പ്രഖ്യാതമായ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഖസാക്കിലെ ഒരു പാമ്പാണ്. അല്ലെ, വാത്സല്യത്തോടെ കൗതുകത്തോടെ കൊത്തുന്ന പാമ്പ്. നമുക്കറിയാം പാമ്പിന്റെ ഒരു സെക്സിന്റെ ഒരു പ്രഖ്യാതമായിട്ടുള്ള ഒരു ബിംബമാണ് പാമ്പ് എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിലൊക്കെ ഉണ്ട്. ഏദൻ തോട്ടത്തിൽ അത് ദൈവത്തെ നിഷേധിക്കാനാണ് ആ പാമ്പിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഖസാക്ക് വായനക്കാർ ഭൂരിഭാഗവും വായിച്ചത് ഈ
പാമ്പ് കൊത്തുന്നു എന്ന് പറയുന്ന ഒരു ആത്മീയ അനുഭവമായി മാറുന്നു. പാമ്പ് കൊത്തിയിട്ട് എന്തുകൊണ്ട് രവി മരിച്ചില്ല എന്നോ അല്ലെങ്കിൽ രവിയുടെ അനുഭവം കൗതുകവും അതുപോലെ തന്നെ ഈ പറയുന്ന ചിരിയും ഒക്കെയായി മാറുന്ന ഒരു അനുഭവം എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന ഒരു ആത്മീയ അനുഭവമാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ആത്മീയ അനുഭവം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യവും അതിന് സെക്സിനോടുള്ള ബന്ധവും എന്ത് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. നവോത്ഥാന കാലത്ത് തന്നെ രാമൻ ഒരു ആത്മീയ അനുഭവത്തിന്റെ ഒരു ബിംബമാണ്. രാമൻ എന്നും ശൂർപ്പണഖയും തമ്മിലുള്ള ഒരു ബന്ധം ഒക്കെ കുട്ടിക്കൃഷ്ണമാരാരെ പോലുള്ള നിരൂപകർ വീണ്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് രാമൻ ആത്മീയ അനുഭവം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതായത് ശൂർപ്പണഖ പ്രണയാഭ്യർത്ഥന നടത്തുന്നു രാമനോട്. അപ്പോൾ രാമൻ തിരിച്ചെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു. ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകുന്നു, തിരിച്ച് വീണ്ടും തൻ്റെ അടുത്തേക്ക് വരുന്നു. ഈ രംഗത്തെ വിശകലനം ചെയ്തുകൊണ്ട് മാരാര് പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ശ്രീരാമൻ ഉണ്ടായിരുന്നത് ഒരു സെക്സ് വേരിയേഷൻ ആണെന്നാണ്. സ്നേഹവൈകല്യം എന്ന് പറയുന്ന ഒരു വാക്കാണ് മാരാരോട് ഉപയോഗിക്കുന്നത്. ഒരു സെക്സ് വേരിയേഷൻ ആണ് യഥാർത്ഥത്തിൽ രവിക്കുണ്ടായിരുന്നത്. കാണുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സ്ത്രീയെ കാണുന്നതിൽ സന്തോഷിക്കുന്നു. അല്ല, സുധീർ സാറൊക്കെ പറയുന്നത് പോലെ ഈ സ്ത്രീയുടെ നേരെയുള്ള അതിക്രമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അല്ലെ അത് പോസിറ്റീവായി നെഗറ്റീവായി വായിക്കപ്പെട്ടത്. രവിയുടെ വീരസാഹസികതകൾ എന്നാണ്. യഥാർത്ഥത്തിൽ രവിയുടെ ലൈംഗികമായ അപ്രാപ്തിയാണ് ഇതിലുള്ളത് എന്നുള്ളത് കുറച്ച് സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രവി സ്ത്രീകളിൽ നിന്ന് എന്തുകൊണ്ട് ഒളിച്ചോടുന്നു എന്നുള്ളതാണ് ഇതിൽ അന്വേഷിക്കാവുന്ന ഒരു വിഷയം. അല്ല, സ്ത്രീയെ ഒരു വിശുദ്ധ വസ്തുവാക്കി മാറ്റുന്നില്ല. പത്മകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല എന്താണ് സായിപ്പന്മാർ തൊട്ടു നോക്കിയോ എന്നുള്ളതാണ്. അതായത് പത്മ വിശുദ്ധയായിട്ടിരിക്കണം. ഫ്രോയിഡൊക്കെ ഫ്രോയിഡ് മനസ്സ് വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതായത് ഉന്നത കുലജാതയായിട്ടുള്ള സ്ത്രീയോട് വിശുദ്ധിയും കീഴാള സ്ത്രീയോട് ലൈംഗിക വ്യതിയാനങ്ങളോടും പെരുമാറുക എന്ന് പറയുന്നതാണ് രോഗത്തിന്റെ ഒരു ലക്ഷണം. അതായത് സ്ത്രീയെ പൂജിക്കാനുള്ള ഒരു വസ്തുവാക്കി എടുക്കുക. അതിന്റെ തന്നെ ഒരു മറുപുറമാണ് സ്ത്രീയെ ലൈംഗിക വ്യതിയാനങ്ങളിലൂടെ കാണുക. അല്ലെ, മൈമുനയെ പീഡിപ്പിച്ചോ ഇല്ലേ എന്നുള്ള തർക്കം ഇപ്പൊ സുധീർ സാറിന്റെയൊക്കെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നടന്നു. യഥാർത്ഥത്തിൽ ആരെയും ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു അതിക്രമത്തിന്റെ സ്വഭാവമാണ് ഉള്ളത്. മറിച്ച് ലൈംഗികമായ അപ്രാപ്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഒളിച്ചോട്ടത്തിന്റെ സ്വഭാവം എപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് പാമ്പ് കൊത്തിയാൽ മരിക്കാത്തത്. അത്തരത്തിൽ വരുന്ന ഒരു അതായത് രാമന്റെയൊക്കെ ഒരു ആത്മീയ ബിംബത്തെ കുറിച്ച് അതുപോലെ അധ്യാത്മ രാമായണത്തിലെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് നിത്യ ചൈതന്യ എഴുതി പഠിക്കുന്ന ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിന്റെ സെക്ഷൽ ഡിപ്രഷനാണ് അധ്യാത്മ രാമായണത്തിൽ കാണുന്നത്. സ്ത്രീയെ പൂജിക്കാൻ ഒരു സ്ത്രീ, റോഡിലൂടെ നടക്കാൻ മായാസ്ത്രീ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഒരു സ്ഥലത്ത് പത്മ, വേറൊരു സ്ഥലത്ത് മൈമുനാദി സ്ത്രീകൾ എന്ന് പറയുന്നത് പോലുള്ള ഈ രണ്ട് വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം യഥാർത്ഥത്തിൽ ഒരു സെക്ഷൽ ഡിപ്രഷൻ്റെതാണ്. അത്തരത്തിലുള്ള ഒരു വായനയാണ് യഥാർത്ഥത്തിൽ ഖസാക്ക് വായനക്കാരിലും അത്തരമൊരു രോഗമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു ആത്മവിമർശനം കൂടിയാണ്. നമ്മുടെയൊക്കെ രോഗം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ഒരു സെക്ഷൽ ഡിപ്രഷനും സ്വാഭാവികമായി സ്ത്രീയോട് പെരുമാറാനാവാത്തതിന്റെ ഒരു ഡിപ്രഷനിൽ നിന്നുണ്ടാകുന്ന ഒരു ലൈംഗിക വ്യതിയാനങ്ങളുടെ ഒരു ഒളിച്ചോട്ടമാണ് പത്നിയിൽ നിന്ന് തുടങ്ങുകയോ ആരിൽ നിന്നൊക്കെയോ തുടങ്ങുകയോ ചിറ്റമ്മയിൽ നിന്ന് തുടങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒടുവിൽ ഈ പറയുന്ന കൊത്തേറ്റാൽ മരിക്കാത്ത പാമ്പിന്റെ വായിൽ കാല് വെച്ചതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ അതിന് അത്തരം ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരുതരം പ്രദർശന രീതി നമുക്കറിയാം. ഖസാക്കിലെ സ്ത്രീ വർണ്ണനകളിൽ മുഴുവനും നമ്മൾ തെളിഞ്ഞു കാണുന്നത് സ്ത്രീയുടെ മുഖം ഒരിക്കലും കാണില്ല. അല്ലെ, തുളയും മുലയും അങ്ങനെയുള്ള വർണ്ണനകളുടെ ഒരു അതിസമൃദ്ധി നമുക്ക് കാണാൻ സാധിക്കും. അത് മോശമാണെന്നല്ല ഉള്ളതല്ല, അതിന്റെ ആവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നത് സ്ത്രീ അഭിമുഖീകരിക്കാനുള്ള ഒരു അപ്രാപ്തിയാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികമായ അപ്രാപ്തിയും ഒളിച്ചോട്ടവും ഒക്കെയാണ് ഈ പറയുന്ന ഈ ലൈംഗിക വീരസ്യമായിട്ട്. ഞാൻ ഈ KP നിർമ്മൽകുമാർ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ലേഖനം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ കിടന്ന് കണ്ടു. അപ്പൊ പുള്ളി രവി പീഡിപ്പിച്ചവരുടെ ഒരു 20 പേരുടെ ലിസ്റ്റ്, അതെല്ലാം ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല, 20 പേരുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ ആവേശത്തോടു കൂടി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടു. ഖസാക്ക് ഇറങ്ങിയതിനു ശേഷം 40 വർഷം കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിറക്കിയ ഒരു എഡിഷനിലാണ് ഒരു കുറെ പേരുടെ ലിസ്റ്റ് എഴുതിയിട്ട് ഒരു ആവേശം കാണുന്നു. ഇന്നൊരു 35 വയസ്സായവർക്ക് ആവേശം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിൽ വരുന്ന
ഈ പറയുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് ഒരു ലൈംഗിക അപ്രാപ്തിയിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വീരസ്യമാണ് ഇത്തരം കൃതികളിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്, 4 പോയിന്റുകൾ. ഇപ്പൊ ഈ പെട്ടിയിലകത്ത ഒരു ബഹുസ്വരത, ഇന്നത്തെ വാക്ക് പറഞ്ഞാൽ ഈ രവിയുടെ പെട്ടിയിലകത്ത ഈ ബഹുസ്വരതയും അപ്പുക്കിളിയിലെ അക്ഷരമറിയാത്ത അത്ഭുത ശിശുവും ഒക്കെ നമുക്ക് ഇന്ന് എങ്ങനെ കിട്ടുന്നു? അല്ലെ ഈ പ്രദർശന രതി എന്ന് പറയുന്നത് തന്നെ ഇന്ന് മാധ്യമ ലൈംഗികതയാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ അതിന്റെ വായനക്കാർ നമ്മൾ മാറി വരുന്നു. അതാണ് നമ്മളിപ്പോ വിക്രമിന്റെ സിനിമയിലേക്ക് അത് മാറുന്നത് അതുകൊണ്ടാണ്. കാരണം അത്തരത്തിലുള്ള ഒരു മനോഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഓരോ കാലഘട്ടത്തിലും വരെ അത്ഭുതങ്ങളുടെ സ്വഭാവം മാറുകയും അതിന്റെ രീതികൾ മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഈ അത്ഭുതമായി മാറുക എന്ന് പറയുന്നത് മോശമൊന്നുമല്ല അല്ലെ. നമുക്കിപ്പോ ഒരു അത്ഭുത വസ്തുവായിട്ട് ഇപ്പൊ ക്രിക്കറ്റ് താരം ധോണിക്ക് ഇത്രയും രൂപ കിട്ടുന്നു, 5 കോടി രൂപയ്ക്ക് വിൽക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ വിശ്വസുന്ദരി ആയി മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇത്ര രൂപ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരു വസ്തുവായിട്ട് മാറുകയും അത്ഭുതമായിട്ട് മാറുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഇതെല്ലാവർക്കും ചിലപ്പോൾ സന്തോഷമാവണമെന്നില്ല അല്ലെ. നമ്മളത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പൊ സി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്തുണ്ട്. ഇപ്പൊ സി അയ്യപ്പൻ എന്റെ കഥയിലെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നുണ്ട്. നിങ്ങൾ എഴുതുന്നത് എന്റെ കഥയാണല്ലോ. എന്റെ കഥയിലെ നിങ്ങൾ, അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കഥയിലെ ഞാൻ. അങ്ങനെയാണ് അല്ലെ. നമ്മൾ ഈ കഥകളൊക്കെ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ചത് ആസ്വദിക്കുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. സി അയ്യപ്പൻ പറയുന്ന ഇതാണ്, ഇത്തരത്തിലുള്ള ഈ അനുഭവങ്ങളുടെ ഈ അത്ഭുതവൽക്കരണം എന്ന് പറയുന്നത്. ഈ അത്ഭുതവൽക്കരണം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. പുതിയ കാലത്ത് ഈ ദളിത് പഠനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സി അയ്യപ്പൻ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന സ്വഭാവം അല്ലെ. ദളിതരെയും ചില ആൾക്കാരെയും പുറന്തള്ളപ്പെട്ടവരെയും ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുന്ന ഒരു രീതി. ഇതിനെക്കുറിച്ച് സി അയ്യപ്പൻ പറയുന്നത് ഇങ്ങനെയാണ്: അനുഭവങ്ങളുടെ വാലും തലയും നുള്ളിക്കളയുന്ന ഒരു പ്രക്രിയ. അതായത് ഉപ്പും മുളകും രുചിയോടെ ചേർത്ത്, അതായത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതീകകൽപ്പനയിൽ പറയുകയാണ്, നിങ്ങൾ ഈ വാലും തലയും നെത്തോലിയുടെയൊക്കെ വാലും തലയും നുള്ളിക്കളയുമല്ലോ. അങ്ങനെ ആവില്ല. ഒരു അനുഭവത്തിന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ നുള്ളിക്കളഞ്ഞ് നിങ്ങളൊരു പാക്കറ്റിനകത്താക്കി നിങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നത് പോലെയാണ് ഇത് എന്നാണ് പറയുന്നത്. എന്റെ കഥയിലെ നിങ്ങൾ എന്ന് പറയുന്ന കഥയിലാണ് പറയുന്നത്. എന്റെ കഥയിലെ നിങ്ങൾ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായിട്ടാണ് അതിനെ വിമർശിക്കുന്നത്. ഇപ്പൊ സ്ത്രീയെ കുറിച്ച്, സ്ത്രീ ഇതിനകത്തുണ്ട്, സ്ത്രീ ഒരു അലങ്കാര വസ്തു ആവുന്നതൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ചിലർ പറയും സ്ത്രീയെ ഇങ്ങനെ വാലും തലയും മുറിച്ചു കളഞ്ഞ് അല്ലെ ഒരു സെർവിങ് പ്ലേറ്റിൽ വെക്കുന്ന പോലെയാണ് ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അല്ലെ ചില ആളുകൾ പറയും ഇത് ചില ആൾക്കാരെ, ചില ആളുകളെ അല്ലെ ചില ഒഴിവാക്കപ്പെടുന്ന ആളുകളുടെയൊക്കെ തലയും വാലും നുള്ളിക്കളഞ്ഞ് നിങ്ങൾ മനോഹരമായി അലങ്കരിച്ച് സെർവിങ് പ്ലേറ്റിൽ വെച്ച് വിളമ്പുന്നത് പോലെയാണ് ഇത്, ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. സംസ്കാര പഠനത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്ഭുത സംസ്കാരമല്ല, മറിച്ച് ഈ തലയും വാലുമുള്ള സംസ്കാരത്തിലാണ് സംസ്കാര പഠനങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സംശയം മാത്രമേ ഇതിലുള്ളൂ. ഒരേ സമയം നമുക്ക് സംസ്കാര പഠിതാവും ഫെമിനിസ്റ്റും ദളിതും ഖസാക്ക് ഭക്തരും ആകാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ചോദ്യം മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.